2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ന്യൂസിലൻഡിനെ നേരിടും. രാത്രി 7-ന് അഹമ്മദാബാദിലാണ് കലാശ പോരാട്ടം. കൂടുതൽ വിവരങ്ങളുമായി ഹരി ചേരുന്നുണ്ട്. ഹരി, ക്രിക്കറ്റ് ആരാധകരൊക്കെ വലിയ ആവേശത്തിലാണ്. എല്ലാവരുടെയും പ്രതീക്ഷ സഞ്ജു സാംസൺ ആണല്ലേ? തീർച്ചയായും ഒരു പ്രതീക്ഷ സഞ്ജു സാംസണാണ് എന്ന് പറയുന്നതായിരിക്കും ശരി. ഇനി കൃത്യം 3.5 മണിക്കൂർ മാത്രമാണ് ടോസിലേക്കുള്ള ദൂരം. ടോസ് ഏറ്റവും നിർണായകമാണ് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ. ഏകദേശം 80,000-ഓളം വരുന്ന കാണികളുടെ മുന്നിലേക്കാണ് ഈ മത്സരം എത്താൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ആവട്ടെ ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് ആണ് T20 ലോകകപ്പിൽ. അപ്പോൾ ആ ചാമ്പ്യൻഷിപ്പ് നിലനിർത്തുക എന്നതാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, ന്യൂസിലൻഡ് ആവട്ടെ തൻ്റെ കന്നിക്കിരീടം T20 ലോകകപ്പിലെ കന്നിക്കിരീടം സ്വന്തമാക്കുക എന്നുള്ളതാണ് അവരുടെയും ലക്ഷ്യം. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്, ചാമ്പ്യൻസ് ട്രോഫി, ഇതാ ഇപ്പോൾ T20 വേൾഡ് കപ്പ്, അങ്ങനെ ഇന്ത്യയും ന്യൂസിലൻഡ് തമ്മിൽ ഫൈനൽസിലേക്ക് 3 തവണ വരുന്നു. 3 ഫോർമാറ്റിലും ഈ ഇരു രാജ്യങ്ങൾ വരുന്നു. അത് ചരിത്രമാണ്. അങ്ങനെ ഇന്ത്യ ന്യൂസിലൻഡ് മാത്രമാണ് ഇതുവരെ നേർക്ക് നേർ 3 ഫോർമാറ്റിലെയും ഫൈനലിലേക്ക് കളിച്ചിട്ടുള്ളത് എന്നുള്ള ചരിത്രവും കൂടി ഇന്നത്തെ മത്സരത്തോടുകൂടി സംഭവിക്കുകയും ചെയ്യുന്നു. ഇനി എന്താണ് ഫോർമാറ്റ് നമുക്ക് പരിശോധിക്കാം. സഞ്ജു സാംസണിന് മേൽ ഇന്ത്യ വയ്ക്കുന്ന പ്രതീക്ഷകൾ ചെറുതൊന്നുമല്ല, വലിയ പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഒരു ഓപ്പണിംഗ് തുടക്കം വന്നത് സഞ്ജു സാംസൺ വന്നതിന് ശേഷമാണ്. ഈ T20 ലോകകപ്പിൽ എത്തിയതിനു ശേഷം അഭിഷേക് ശർമ്മ ഔട്ട് ഓഫ് ഫോമിൽ നിൽക്കുന്നു. ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാം തിളങ്ങുന്നുണ്ട്. തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ഒക്കെ നല്ല രീതിയിൽ തന്നെ തിളങ്ങുന്നുണ്ട്. അവരുടെ ബാറ്റിംഗ് ഓർഡേഴ്സ് മാറി തന്നെയാണ് അവർ കളിക്കുന്നത്. അവർ ഏത് പൊസിഷനിലും കളിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. അതുപോലെ തന്നെയാണ് നേരെ മറിച്ച് ന്യൂസിലൻഡ് എടുത്ത് നോക്കുമ്പോൾ ശക്തമായ എതിരാളികൾ. ടിം സൈഫേർട്ട്, ഫിൻ അലൻ എന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ട് തകർക്കുക എന്നത് തന്നെയാണ് ജസ്പ്രീത് ബുംറയുടെയും അർഷ്ദീപ് സിംഗിനെയും മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതോടൊപ്പം തന്നെ മാറ്റ് ഹെൻറിയുടെ പന്തിൽ കുടുങ്ങാതിരിക്കുക എന്നതാണ് സഞ്ജു സാംസണിന്റെ മുന്നിലുള്ള വെല്ലുവിളി. മാറ്റ് ഹെൻറി വേഴ്സസ് സഞ്ജു സാംസൺ എന്ന മാച്ചപ്പ് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. വരുൺ ചക്രവർത്തിയുടെ ഫോമില്ലായ്മ ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ്. എന്നാൽ ഇന്ത്യൻ ടീമിൽ മാറ്റമുണ്ടാവില്ല എന്ന് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഉറപ്പിച്ചു പറയുന്നു. കുൽദീപ് യാദവ് ടീമിലേക്ക് വരുമെന്ന് അവസാന നിമിഷം വരെ ചർച്ചകൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നുമില്ല, ടീം അതുപോലെ തന്നെ നിൽക്കുമെന്ന് പ്രസ് കോൺഫറൻസിൽ കഴിഞ്ഞ ദിവസം സൂര്യ വ്യക്തമാക്കുകയും ചെയ്തതോടെ കുൽദീപ് യാദവ് ടീമിലേക്ക് വരുന്നില്ല എന്നത് വ്യക്തമായിരിക്കുന്നു. ന്യൂസിലൻഡും അതുപോലെ തന്നെ സെയിം സൈഡായിട്ട് നിൽക്കുകയാണ്. ഗ്ലെൻ ഫിലിപ്സിന് മേലുള്ള പ്രതീക്ഷകൾ, രച്ചിൻ രവീന്ദ്രയും ഗ്ലെൻ ഫിലിപ്സും ചേർന്ന് മിഡിൽ ഓവേഴ്സിൽ നന്നായിട്ട് കളിക്കുമെന്ന് വിശ്വസിക്കുന്നു ന്യൂസിലൻഡ്. എന്നാൽ നേരെ മറിച്ച് ജേക്കബ് ഡഫി ടീമിലേക്ക് വരുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തുകൊണ്ട് ജേക്കബ് ഡഫി വരുന്നു എന്ന് ചോദിച്ചാൽ, അഹമ്മദാബാദ് പിച്ചിൽ മിക്സഡ് പിച്ചാണ്, ഹൈബ്രിഡ് പിച്ചായിട്ടാണ് ഇന്നത്തെ മത്സരം ഒരുങ്ങാൻ പോകുന്നത്. അതായത് 65% റെഡ് സോയിൽ, 35% ബ്ലാക്ക് സോയിൽ എന്ന രീതിയിലാണ് ഇന്നത്തെ പിച്ച് കളിക്കുന്നത്. അതായത് പേസേഴ്സിന് അനുകൂലമായി നിൽക്കുന്ന പിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡ് ഒരു സ്പിന്നറിനെ മാറ്റി ഒരു എക്സ്ട്രാ പേസറായ ജേക്കബ് ഡഫിയെ കൊണ്ടുവന്നാൽ അതിൽ അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല. ഇന്ത്യ പക്ഷേ അതേ രീതിയിലുള്ള സൈഡിൽ തന്നെ നിൽക്കുകയാണ്. ഇന്ത്യക്ക് ഒരു 6th ബൗളർ ഇല്ല എന്നത് നിരാശകരമായ കാര്യമാണ്. 5 ബൗളേഴ്സുമായിട്ട് മാത്രമായിരിക്കും ഇന്ത്യ ഇറങ്ങുന്നത്. ഒരാൾ പാളിപ്പോയാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. അർഷദീപ്, ബുംറ, വരുൺ ചക്രവർത്തി, ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ എന്ന 5 ബൗളേഴ്സിൽ നിൽക്കുമ്പോൾ ഒരാൾക്ക് താളം തെറ്റിയാൽ എന്ത് ചെയ്യും സൂര്യ എന്നുള്ള ചോദ്യം നിൽക്കുന്നു. നേരെ മറിച്ച് ന്യൂസിലൻഡ് ആവട്ടെ 7-8 ബൗളർമാരാണ് അവരുടെ കയ്യിലുള്ളത്. മിച്ചൽ സാന്റർ അത്രയധികം കോൺഫിഡൻസിലും നിൽക്കുന്നു. ഒരു ഓൾറൗണ്ട് സെറ്റ് ടീമായിട്ട് ന്യൂസിലൻഡ് നിൽക്കുമ്പോൾ ഇന്ത്യക്ക് ഒത്ത എതിരാളികളാണോ? അല്ല എന്നാണ് ഉത്തരം. ഫേവറേറ്റ്സ് ഇന്ത്യ തന്നെയാണ്. അഹമ്മദാബാദിൽ ഇന്ത്യൻ മണ്ണിൽ തന്നെ മത്സരം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് തന്നെയാണ് മേൽക്കൈ, മുൻതൂക്കം. നീലക്കടൽ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ ഒട്ടാകെ നടക്കാം. പക്ഷേ അഹമ്മദാബാദിൽ ഇന്ത്യക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ അല്ലയും താനും. കാരണം കഴിഞ്ഞ 20 ICC മത്സരങ്ങൾ അഹമ്മദാബാദിൽ നടക്കുമ്പോൾ 2 മത്സരങ്ങൾ മാത്രമാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. ആ 2 തോൽവികളും സംഭവിച്ചത് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലാണ്. ഈ T20 ലോകകപ്പിലും ഇന്ത്യ പരാജയപ്പെട്ട ഒരേ ഒരു മത്സരം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 76 റൺസിനാണ്. അത് പരാജയപ്പെട്ടതും ഇതേ ഗ്രൗണ്ടായ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ അതേ സ്റ്റേഡിയത്തിൽ ഈ മത്സരം നടക്കുമ്പോഴേക്കും കാണികൾക്ക് ചെറിയൊരു ആശങ്കയുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ മത്സരത്തിന് ഏറ്റവും വലിയ മുൻതൂക്കം ഇന്ത്യക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷകൾ. മാച്ചപ്പ് ഏത് ടീം ആദ്യം ടോസ് ചെയ്യിക്കുമ്പോഴും ബാറ്റിംഗ് ആണോ ബൗളിംഗ് എന്നൊരു ചോദ്യം ഉണ്ടാകും. പക്ഷേ അത് ഏറ്റവും നിർണായകമാകുന്നത് ഡ്യൂ ഫാക്ടറാണ്. പക്ഷേ അഹമ്മദാബാദിലെ വെതർ കണ്ടീഷൻസ് പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഡ്യൂ വരില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഡ്യൂ വരുന്നില്ലെങ്കിൽ സെക്കൻഡ് ബാറ്റിംഗ് ചെയ്താലും ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്താലും വലിയ കാര്യമൊന്നുമില്ല. ഏത് ടീമായാലും ചിലപ്പോൾ ടോസ് തിരഞ്ഞെടുത്ത് ബാറ്റ് ചെയ്ത് ഒരു നല്ല ടോട്ടൽ പോസ്റ്റ് ചെയ്യാനായിരിക്കുമുള്ള ശ്രമം. അതിപ്പോൾ ന്യൂസിലൻഡ് ആയാലും ഇന്ത്യ ആയാലും ഒരു 220-230 ടോട്ടൽ. കാരണം അഹമ്മദാബാദിൽ ഫസ്റ്റ് ഇന്നിങ്സിലെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 210 അപ്പോൾ സ്വാഭാവികമായിട്ട് 230 ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ പ്രതീക്ഷകളും സഞ്ജു സാംസൺ മേലിൽ നിൽക്കും. കാരണം അഭിഷേക് ശർമ്മ ഈ ടൂർണമെൻറ്റിൽ തിളങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ സഞ്ജുവിന് മേലിൽ തന്നെയാണ് സ്വാഭാവികമായിട്ടും പ്രതീക്ഷകൾ. 97-ഉം 89ഉം ഒക്കെ എടുത്ത് 2 കളികളിലായി നിൽക്കുന്ന സഞ്ജു അത്രയധികം ഫോമിൽ നിൽക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിലും കൂടെ തിളങ്ങിയാൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ഒരുപക്ഷെ സഞ്ജു സാംസൺ ലഭിച്ചേക്കാം. വെറും 5 മത്സരങ്ങൾ മാത്രം കളിച്ച് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് നേടുന്ന ചരിത്രത്തിലെ ആദ്യത്തെ പ്ലെയറും കൂടിയായിരിക്കും സഞ്ജു എന്നതും കൂടി ഒരു പക്ഷേ കാത്തിരിക്കാം. ഒരു പക്ഷേ, അതും വെറും ഒരു ചോദ്യചിഹ്നം മാത്രമാണ്. എന്നാൽ പോലും ഇന്ത്യക്ക് ഒരു മികച്ച തുടക്കം നൽകാൻ സഞ്ജുവിന് സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷകൾ. അഹമ്മദാബാദിൽ സഞ്ജുവിൻ്റെ പേരിലുള്ള ജേഴ്സികൾ പുറത്ത് വിൽക്കപ്പെടുന്നത് 5 ഇരട്ടി വിലയ്ക്കാണ്. സാധാരണയായി ധോണിക്കും വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ഒക്കെയാണ് ഇത്രയധികം ഫാൻ ബേസ് ജേഴ്സിയിൽ മേലുള്ളത്. ഇവിടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ
മറ്റാരേക്കാളുമുള്ള ജേഴ്സി പവർ സഞ്ജു സാംസൺ ആണ് എന്ന് തെളിയിക്കുകയാണ്. അപ്പോൾ മലയാളികൾ മാത്രമല്ല, നമ്മൾ കണ്ടിട്ടുള്ളതാണ് വാങ്കഡെ സ്റ്റേഡിയത്തിൽ സഞ്ജു എന്ന പേര് വിളിക്കുന്നതും ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ സഞ്ജുവിനുള്ള ആരാധകരും ഒക്കെ തന്നെ. അപ്പോൾ ഇന്ത്യ ഒട്ടാകെ തന്നെ സഞ്ജുവിൻ്റെ ഫാൻ ബേസ് വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഫോളോവേഴ്സും അതനുസരിച്ച് ഏറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കളിയിലേക്ക് വരികയാണെങ്കിൽ ന്യൂസിലൻഡ് ശക്തരായ എതിരാളികൾ തന്നെയാണ്. തുടക്കത്തിൽ തന്നെ അവർ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ 2 വിക്കറ്റുകൾ വീഴ്ത്തുക, പ്രധാനമായും ടിം സൈഫേർട്ട്, ഫിൻ അലൻ എന്ന 2 പ്രധാനപ്പെട്ട താരങ്ങളുടെ വിക്കറ്റ് വീഴ്ത്തുക എന്ന് തന്നെയായിരിക്കും സൂര്യകുമാർ യാദവ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ വരുൺ ചക്രവർത്തിയുടെ ഫോം, അദ്ദേഹം ഏറ്റവും വേഗത്തിൽ തന്നെ ഈ മത്സരത്തിലൂടെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഇന്ത്യക്കാർ. കാരണം ഇതിന് വേറൊരു ഐറണി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അഭിഷേക് ശർമ്മ T20 ഐസിൽ 1ാം റാങ്കിൽ നിൽക്കുന്നു, വരുൺ ചക്രവർത്തി T20 ഐസിൽ ബൗളിംഗിൽ 1ാം റാങ്കിൽ നിൽക്കുന്നു. ഇരുവരുമാണ് ഫോമിലാവാത്തത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അത് വലിയ ഐറണിയാണ്. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന 2 പേരാണ് ഇതുവരെ ടൂർണമെൻറ്റിൽ ഫോമിലാവാത്തത്. പക്ഷേ അവരുടെ 1ാം റാങ്കിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. കാരണം അത്രമാത്രം ലെഗസി അവർ ഇത്രയും നാളുകൊണ്ട് തീർത്തിട്ടുണ്ടെങ്കിൽ പോലും ആവശ്യമായ ഘട്ടത്തിൽ വരും. അഭിഷേക് ശർമ്മ ഫൈനലിൽ അടിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിനും തിലക് വർമ്മയിലും ഹാർദിക് പാണ്ഡ്യയിലും ശിവം ദുബെയിലും അത്രയധികം പ്രതീക്ഷകളുണ്ട്. അക്സർ പട്ടേൽ എന്ന വൈസ് ക്യാപ്റ്റൻ കഴിഞ്ഞ മത്സരത്തിലെടുത്ത 2 പ്രധാനപ്പെട്ട ക്യാച്ചുകൾ, വിൽ ജാക്സിൻ്റെയും ഹാരി ബ്രൂക്കിൻ്റെയും ക്യാച്ചുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവേശം നൽകുന്നതാണ്. ഹാരി ബ്രൂക്കിൻ്റെ ക്യാച്ച് കംപ്ലീറ്റ് ചെയ്ത അക്സർ അല്ലെങ്കിൽ പോലും അക്സർ എടുത്ത എഫേർട്ട് അത് വല്ലാത്ത ഒരു എഫേർട്ട് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ മാച്ചപ്പുകൾ തമ്മിലുള്ള കളികളായിരിക്കും. സഞ്ജു സാംസൺ വേഴ്സസ് മാറ്റ് ഹെൻറി ആകട്ടെ, അഭിഷേക് ശർമ്മ വേഴ്സസ് മിച്ചൽ സാന്റർ ആയിക്കോട്ടെ, ഇതെല്ലാം തമ്മിലുള്ള മാച്ചപ്പുകളുടെ കളികളായിരിക്കും നടക്കുന്നത്. അതെല്ലാം കൃത്യമായ ഒരു ഹേർഡിൽസ് പാസ് ചെയ്ത് ഇന്ത്യ പോവുകയാണെങ്കിൽ, ഇംഗ്ലണ്ടിനെതിരെ കളിച്ചതുപോലുള്ള ഒരു ബാറ്റിംഗ് ടെക്നിക്കിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും ഇന്ത്യക്ക് ജയിക്കാം. പക്ഷേ ബൗളിംഗ് ഒരു തലവേദന തന്നെയാണ്. ഇതുവരെ ബൗളേഴ്സ് ഫോമിലാവാത്തത് ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയും മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിംഗിൽ തിളങ്ങുന്നത്. പക്ഷേ ബാക്കിയുള്ളവരും കൂടെ തിളങ്ങണമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരിക്കും ഇന്ത്യ നിൽക്കുന്നത്. 7 മണിക്കാണ് മത്സരം, 6:30 ടോസ്. ശരി, ഹരികൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.